അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ, ആദ്യ തവണയിൽ നിന്ന് ഒരു ഭരണ തുടർച്ചയിലേക്ക് ആഗ്രഹിക്കുക എന്ന് പറയുന്നത് പോലും കേരളത്തിൽ ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നൊരു ഘട്ടത്തിലാണ് 2021 ഭരണ തുടർച്ചയുണ്ടായത്. അവിടെ കൊണ്ട് തീർന്നു. ഇനിയിപ്പോൾ വീണ്ടും ഒരു തുടർച്ചയൊന്നും ഇല്ല. അത് കേരളത്തിൽ ഒരിക്കലും ഇനി നടക്കില്ല. അതൊരിക്കൽ ചക്ക വീണപ്പം മൊയില് ചത്തു എന്ന് പറഞ്ഞ് അങ്ങനെ ആഗ്രഹിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് 3.0 എന്ന വലിയ സ്വപ്നവുമായി പ്രതിപക്ഷം തന്നെ അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അപ്പുറത്തൊന്നും പറയാനില്ലാത്ത, ബദൽ വെക്കാനില്ലാത്ത, എന്നാൽ വിവാദങ്ങൾക്ക് കുറവില്ലാത്ത വിധം കാര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു പ്രചരണ ഘട്ടം നമ്മൾ കണ്ടത്. ഡീലിൻ്റെ കാര്യങ്ങൾ കണ്ടു, സ്വർണത്തിൻ്റെ കാര്യത്തിൽ, ശബരിമലയുടെ കാര്യത്തിൽ സ്വർണം കൊണ്ടുവരുന്നത് നമ്മൾ കണ്ടു. പക്ഷേ ഇപ്പോൾ കെ ടി കുഞ്ഞിക്കണ്ണൻ പറഞ്ഞതുപോലെ മറ്റൊന്നും പറയാനില്ലാത്ത, ചർച്ച ചെയ്യാത്ത, വികസനം ചർച്ച ചെയ്യാത്ത, ലൈഫ് ചർച്ച ചെയ്യാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന് പറയേണ്ടി വരുന്നൊരു ഘട്ടമുണ്ട്. അപ്പോഴും 102 സീറ്റിൻ്റെ ആത്മവിശ്വാസം PM നിയാസ്, വി ഡി സതീശൻ 100-ൽ പറഞ്ഞിട്ട് ഇപ്പോഴും ഞങ്ങൾ ജയിക്കും എന്ന് പറയുന്നൊരു ആത്മവിശ്വാസം, ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്നാണ് മണ്ഡലങ്ങളിലൂടെ ചിന്തിക്കുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടോ ലാൽകുമാറിന്? അത് ലാലേ, ഡോക്ടർ ലാലിന് അതിനെക്കുറിച്ചുള്ള കണക്കിനെക്കുറിച്ച് ധാരണയില്ലാത്തതുകൊണ്ടാണ്. ഇത് വായുവിൽ എഴുതി കൂട്ടുന്നൊരു പരിപാടിയുണ്ട്. ആ വായുവിൽ എഴുതി കൂട്ടുന്ന പരിപാടിയെക്കുറിച്ച് നിങ്ങൾക്ക് വലിയ ധാരണയില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്കത് മനസ്സിലാകാത്തത്. ഇപ്പോൾ 25 ലക്ഷത്തിനെ കുറിച്ച് സഖാവ് കുഞ്ഞിക്കണ്ണേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, എന്താണ് അത്, കോർപ്പറേറ്റുകൾക്ക് അടിയറവ് വെക്കാനാണ് എന്നൊക്കെയുള്ള അഭിപ്രായം പറഞ്ഞു. എനിക്കതിൽ ഇച്ചിരി വ്യത്യസ്തമായ അഭിപ്രായമുള്ളത്. കാര്യം ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടല്ലേ ഉള്ളൂ ബാക്കിയൊക്കെ വരുന്നത്. ഇത് കൊടുക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഇപ്പം ഉമ്മൻചാണ്ടി സാറിൻ്റെ നിയാസ് പറഞ്ഞ കാര്യം എന്താണ്? അഡ്വക്കേറ്റ് നിയാസ് പറഞ്ഞത് 4 ലക്ഷം വീട് കൊടുത്തു. ആരും പോയി ചെക്ക് ചെയ്യുന്നില്ലല്ലോ. അത് ഈ പറഞ്ഞല്ലോ, കൊച്ചിനെ ഇനിയിപ്പോൾ വായുവിൽ എഴുതി കൂട്ടിയ ഒരു കൂട്ടാണ്. അതിപ്പം നാളെ ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി ജയിക്കുവോ തോക്കുവോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ വിഷയമാണ്. പക്ഷേ നിങ്ങൾ കൊടുത്തിട്ടില്ല എന്നുള്ളതൊരു സത്യമാണ്. ക്ഷേമ പെൻഷൻ നിങ്ങൾ കൊടുത്തിട്ടില്ല എന്നുള്ളൊരു സത്യമാണ്. അത് നിങ്ങൾ അടുത്ത 4-ാം തീയതി തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനകത്ത് 140 സീറ്റ് നിങ്ങൾക്ക് കിട്ടിയാലും അതിന് മാറ്റമൊന്നുമില്ല. അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് വ്യക്തമാക്കട്ടെ. പിന്നെ നോക്കൂ, അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ന്യൂസ് ആൻഡ് വ്യൂസിൽ ഈ പറയുന്ന 4-ാം തീയതി അദ്ദേഹം വരും ഒരു കോൺഫിഡൻസ് ആണ്. അതൊരു കോൺഗ്രസ് നേതാവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉള്ളതൊക്കെ നല്ലതാണ്. അങ്ങനെ കോൺഫിഡൻസ് വേണം. അതിന് നമ്മളൊരു ചലഞ്ചിലേക്കൊന്നും പോകണ്ട. കാര്യം താങ്കളൊരു നല്ല പൊതുപ്രവർത്തകനാണ്, കോഴിക്കോട് വലിയ വേരോട്ടമുള്ള നേതാവാണ്, വളരെ ജനാധിപത്യവാദിയാണ്. അതിപ്പം അല്ലേലും 3-ാം തീയതിയും താങ്കൾക്ക് കൈരളി വരാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് കൈരളി അങ്ങനെ അടച്ചിടുന്ന ഒരാൾക്ക് വേണ്ടിയും നമ്മുടെ വലിയ സുഹൃത്താണ്. നിയാസ് നമ്മുടെ ഇത്തരം ഘട്ടങ്ങളിലൊക്കെ നമ്മുടെ ചർച്ചയിൽ വളരെ ധീരമായി തന്നെ വന്ന് പങ്കെടുക്കാറുണ്ട്. അതെ, എനിക്കറിയാമല്ലോ. കോൺഗ്രസ് ബാക്ക് ഫുട്ടിൽ വരുമ്പോഴും, കോൺഗ്രസ് ബാക്ക് ഫുട്ടിലേക്ക് പോകുമ്പോൾ പോലും വെളിയിൽ സംസാരിക്കാൻ ഇറങ്ങുന്ന ആൾക്കാരിൽ ഒരാളാണ് PM നിയാസ്. എനിക്കതിനോട് വലിയ സന്തോഷമുള്ള ഒരാളാണ്. ഇപ്പം ബാക്ക് ഫുട്ടിൽ നിൽക്കുമ്പോൾ ഇറങ്ങാൻ ഇച്ചിരി പാടുള്ള കാര്യമാണല്ലോ. അപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് അദ്ദേഹം വ്യക്തമാക്കി. അതകത്ത് നിൽക്കട്ടെ. ഞാൻ കണക്കുകളിലേക്ക് പോകാം. കണക്ക് 4-ാം തീയതി നമുക്ക് നോക്കാം. 4-ാം തീയതി കൈരളി എന്നെ വിളിക്കുമെന്ന് അറിയത്തില്ല. നമുക്ക് നോക്കാം. ജയിക്കുക അല്ലെങ്കിൽ നമുക്ക് നോക്കാം, ബാക്കി നോക്കാം. കണക്കുകളിലേക്ക് പോകാം. ഇവിടെ കേരളത്തിൽ വി ഡി സതീശൻ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു 100-ലേക്കുള്ള 100 എന്നുള്ള നമ്പർ അദ്ദേഹം പറഞ്ഞില്ല, ക്ലീൻ സ്വീപ്പാണ്. പുള്ളിയുടെ കണക്കിനനുസരിച്ച് 5 ജില്ലയിൽ ക്ലീൻ സ്വീപ്പാണ്. തൂത്തു വാരത്തില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. ഈ പറയുന്ന ജില്ലകൾ കോൺഗ്രസിന് ഒരു അല്പം അഡ്വാൻറ്റേജ് ഉള്ള ജില്ലകളാണ്, അതിനകത്തൊന്നും സംശയമില്ല. ഈ പറഞ്ഞ പോലെ ഇടുക്കി ജില്ലയിൽ കോൺഗ്രസിന് അഡ്വാൻറ്റേജ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. എറണാകുളം ജില്ലയിൽ കോൺഗ്രസിന് അഡ്വാൻറ്റേജ് ഉള്ള ഒരു സ്ഥലമെന്ന് പറഞ്ഞാൽ അതെ. ഇന്ന് സതീശൻ്റെ ലക്ഷ്യം നോക്കൂ, ഒരു ഡേറ്റയും ഒരു പ്രോപ്പർ ഡേറ്റയും നമ്മുടെ കയ്യിലില്ലാത്ത ഒരു അങ്കലാപ്പ് ഇതിനകത്ത് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അത് എനിക്കുണ്ടെങ്കിൽ അതിനനുസരിച്ച് ബാക്കി എല്ലാവർക്കും ഉണ്ട്. കാര്യം നമ്മൾ ഡേറ്റ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ചേസ് ചെയ്യാതിരിക്കുന്ന ആൾക്കാരല്ല. അപ്പം ആ ഡേറ്റയുടെ അവൈലബിലിറ്റിയുടെ ഒരു പ്രശ്നം. ഇപ്പം ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഡേറ്റ പ്രോസസ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഡോക്ടർ ലാലായിരിക്കും. കാര്യം താങ്കളൊരു സെഫോളജിസ്റ്റ് ഒന്നാണെന്ന് പലർക്കും അറിയത്തില്ല. ഞാനിപ്പോൾ താങ്കളെ വിളിച്ച ഒരാളാണ്, ആണല്ലോ. ഞാനത് പബ്ലിക്കായിട്ട് പറയുന്നത് യു പ്രോസസ് ഡേറ്റ. പക്ഷേ അദ്ദേഹം വന്നിരുന്ന് കാർഡടച്ച പോലെ ഞങ്ങൾ അതാണ് ഇതാണെന്ന് പറയുകയാണ്. കാര്യം വളരെ സിമ്പിളാണ് അതിൻ്റെ ലോജിക്ക്. അദ്ദേഹത്തിന് ഏതേലും ഫ്ലൂക്ക് ജയിച്ചാൽ മുഖ്യമന്ത്രിയാകണം, അതിനുള്ള ക്ലെയിം ആദ്യം തന്നെ വെക്കുക. കാര്യം അദ്ദേഹം പറഞ്ഞെന്താ, തോറ്റാൽ എല്ലാ ഉത്തരവാദിത്തം എനിക്കാണ്.
അപ്പോൾ ജയിച്ച ക്രെഡിറ്റ് മൊത്തം എനിക്കാണെന്ന് പറയണം. ഇൻഡയറക്ട്ലി ഇപ്പം അതിൻ്റെ ഇംപ്ലൈഡ് മീനിങ് അതാണല്ലോ. ഇപ്പം തോറ്റാ പിന്നെ അദ്ദേഹത്തിന് നോക്കേണ്ട കാര്യമില്ല. തോറ്റാ പിന്നെ ഉത്തരവാദിത്തം അദ്ദേഹത്തിനല്ല, പിന്നെ ആർക്കും നമുക്കാണോ? അപ്പം അദ്ദേഹം ഫ്ലൂക്കിലെങ്ങാനും ജയിച്ചാൽ മുഖ്യമന്ത്രിയാകാനായിട്ട് നേരത്തെ ഒരു പിടി അങ്ങ് എറിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴത്തേന് അതിനെ പറ്റിയ പുറകിൽ നിന്ന് ഒരാൾ വന്നിട്ട് പറയുന്നു എറണാകുളം ജില്ലയിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രിയായ കൊള്ളാം. എറണാകുളം ജില്ലയിൽ നിന്ന് മുഖ്യമന്ത്രി ആണോ വേണ്ടതെന്നൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. പക്ഷേ ഈ എൻറ്റയർ എപ്പിസോഡ് വളരെ സ്റ്റേജ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. ഉടനെ അപ്പുറത്തുനിന്ന് വേറൊരാൾ വരുന്നു, അത് അങ്ങനല്ല, കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രി ഉണ്ടാവും, അപ്പോൾ അദ്ദേഹത്തിന് ആലപ്പുഴയിൽ നിന്ന് മുഖ്യമന്ത്രി ഉണ്ടാകാനാണ് താല്പര്യം. ഇതൊക്കെ ഒരു നറേറ്റീവിൻ്റെ ഭാഗമാണ്. കാരണം കുറച്ച് വോട്ടുകൂടെ ബാക്കി പോകാനുണ്ടല്ലോ. ഇപ്പോൾ കുറച്ച് പേര് ഹൈക്കോടതിയിലേക്കൊക്കെ പോയിട്ടുണ്ട്. അത് 10-25,000 വോട്ടുണ്ട്. അതുകൂടെ ചിലപ്പം ഈ പെട്ടിയിൽ വീഴാൻ ഉള്ള ശ്രമമായിരിക്കും. വെച്ചാൽ കോൺഗ്രസ് ജയിക്കാൻ പോകുന്നു എന്നുള്ളൊരു ഇംപ്രഷൻ കൊടുക്കാനായിട്ടാണ് മാത്രമാണ് ഞാൻ കണക്കാക്കുന്നത്. 1. 2, ഈ ക്ലെയിം മുന്നോട്ട് വെക്കുകയാണ്. കാര്യം ക്ലെയിം മുന്നോട്ട് വെക്കാതിരുന്നാലുള്ള പ്രശ്നം എന്നറിയോ, എന്തായാലും ഔട്ടാവും. കോൺഗ്രസിൻ്റെ ഒരു പ്രശ്നം അതാണ്. അപ്പോൾ സുധാകരൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സതീശൻ പുറത്താണ്. അപ്പം സതീശൻ ആദ്യം തന്നെ ക്ലെയിം വെക്കണം. സതീശൻ ക്ലെയിം വെച്ചില്ലേ സതീശൻ ഔട്ടാവും. അപ്പം ഞാൻ ഇതിനെ കാണുന്നത് എൻ്റെ ഒരു അനാലിസിസ് വെച്ച് ഈ പോളിംഗ് പെർസെൻറ്റേജ് ഹൈ ആയിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു ഫോൾസ് നറേറ്റീവാണ്. ഇതൊരു സത്യസന്ധമായ കാര്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്ത ആൾക്കാരുടെ അത്രയും പേര് ഈ തവണ വോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ നമ്പേഴ്സ്, റിയൽ നമ്പേഴ്സിലേക്കല്ല ഞാൻ നിൽക്കുന്നത്. ഇതിനകത്ത് ഡിനോമിനേറ്റർ അങ്ങ് മാറി. ഡിനോമിനേറ്റർ എന്താ? SIR വന്നപ്പം 7-8 ലക്ഷം പേര് പുറത്തുപോയി. ആ ഡിനോമിനേറ്റർ മാറുമ്പം പെർസെൻറ്റേജ് ഒരുപാട് കൂടും. ആ ഇൻഫ്ലേഷൻ ഉണ്ടല്ലോ, ആ പറയുന്ന ആ നമ്പറിനുണ്ടാക്കുന്ന ഇൻഫ്ലേഷൻ കഴിഞ്ഞ കണക്കുമായിട്ട് ഒരിക്കലും നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റുന്നൊരു കാര്യമല്ല. കേരളത്തിലെ മാധ്യമപ്രവർത്തകർ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാര്യം ആ നമ്പറിനെ ഡീഫ്ലേറ്റ് ചെയ്ത് ഒറിജിനൽ കറക്ഷൻ മെഷേഴ്സ് നടത്തിയിട്ട് വേണം അനാലിസിസ് നടത്താൻ. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ അത്രയും വോട്ടിംഗ് പെർസെൻറ്റേജേ ഉള്ളൂ എങ്കിൽ ഇവരുടെ കണക്കെല്ലാം മാറി എന്ന് ഇവർ തന്നെ പറയുന്നുണ്ട്. എന്നാൽ ആ കണക്ക് കറക്റ്റ് ചെയ്യാൻ അവർ തയ്യാറാവുന്നില്ല. ഇത് സത്യസന്ധമായ ഒരു കാര്യമാണ്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടിലും 3-4% കൂടി. ഇതിന് 3% കൂടുന്നത് എങ്ങനെയാണ്? ഇതിൻ്റെ ഈ ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ ഡിനോമിനേറ്റർ മാറി എന്നുള്ളതാണ്. അപ്പോൾ തരംഗമാണ്. പിന്നെ പോളിംഗ് പെർസെൻറ്റേജ് കൂടി എന്ന് പറഞ്ഞാൽ തരംഗമാണ്. ഈ പ്രാവശ്യം ഒരാൾ പറയുന്നത് കേട്ടതെന്നറിയോ, രാവിലെ ആൾക്കാർ തിങ്ങി വോട്ട് ചെയ്യാൻ വരുമായിരുന്നു. കേട്ടതാണ്. ഞാനും രാവിലെ പോയി വോട്ട് ചെയ്ത ഒരാളാണ്. കാര്യം എന്താ അറിയോ, ഒരു കാരണവശാലും ഉച്ചയ്ക്ക് പോയി ചൂടത്ത് നിൽക്കാൻ വയ്യായിരുന്നു. ഇതായിരുന്നു എൻ്റെ കാരണം. ഞാൻ എൻ്റെ അച്ഛനെ കൊണ്ട് പോയി വോട്ട് ചെയ്ത് രാവിലെ വോട്ട് ചെയ്ത ആളാണ്. ചൂടത്ത് നിൽക്കാൻ വയ്യ. ഒത്തിരി പേര് വെയിലാ പറ്റത്തില്ല. അങ്ങനെ ഒരു കാരണമുണ്ട്. അതല്ലാതെ CPM-നെതിരെ പിണറായി വിജയനെതിരെ പ്രതികരിക്കാൻ ഓടി ആൾക്കാർ ഇങ്ങനെ വന്നിരിക്കുക. ഏറ്റവും കൂടുതൽ പോളിംഗ് നടക്കുന്ന സമയം നമ്മുടെ നാട്ടിലെ രാവിലെയും അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരവുമാണ്. ഇതൊരു കണക്ക്. അപ്പോൾ രാവിലെ തന്നെ അത് പറയുന്നത് നല്ല റെക്കഗ്നൈസബിൾ ആയിട്ടുള്ള ഒരാളായി പറയുന്നത്, സൊസൈറ്റി അക്നോളജ് ചെയ്തിട്ടുള്ള ഒരാളാണ് വന്ന് പറയുന്നത് രാവിലെ. എന്നിട്ട് ഈ പറയുന്ന കണക്ക് മാധ്യമപ്രവർത്തകർ അങ്ങ് ബൂസ്റ്റ് ചെയ്ത് ഒരു തരംഗമായി നിൽക്കുന്നു. 4-ാം തീയതി വരെ എന്തായാലും വോട്ട് പെട്ടിക്കകത്തായി കഴിഞ്ഞു. ഇനി തരംഗം ഉണ്ടെങ്കിലും തരംഗം ഇല്ലേലും ആ തിളയ്ക്കുന്നത് വോട്ടിൻ്റെ അകത്തെ പെട്ടിക്കകത്ത് കിടന്നേ തിളയ്ക്കത്തുള്ളൂ. തോറ്റാൽ നമ്മളിവിടെ ഉണ്ടെന്നേ, ജയിച്ചാലും നമ്മളിവിടെ ഉണ്ട്. രാഷ്ട്രീയം പറയുക എന്ന് പറയുന്നത് നമ്മുടെ തൊഴിലാണ്. നമ്മൾ കുറേ നാളുകളായിട്ട് രാഷ്ട്രീയം പറയുന്നതാണ്. ജയിച്ച സമയത്തും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ തോറ്റ് വാഷ് ഔട്ട് ആയപ്പോഴും രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പം കേരളത്തിൽ നടക്കുന്ന ഈ രാഷ്ട്രീയം പറച്ചിൽ വളരെ മോശമായിട്ട് മാധ്യമപ്രവർത്തകരും വളം വെച്ച് കൊടുക്കുന്നത്. മാധ്യമപ്രവർത്തകർ പള്ളിക്കുടുത്തി പോകാതെ കാര്യങ്ങൾ ചെയ്യുന്നതാണ്, മനസ്സിലാക്കാതെ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. കാര്യം പോളിംഗ് പെർസെൻറ്റേജ് ഹൈ, അവർക്കൊരു തരംഗം ഉണ്ട് എന്ന് പറയാനായിട്ട് ഒരു സബ്സ്റ്റാൻഷ്യലി നമുക്ക് പല ഡേറ്റാസ് നമ്മുടെ മുന്നിൽ വെക്കാം. ഇതൊന്നും വെക്കാതെ പോളിംഗ് പെർസെൻറ്റേജ് കൂടി എന്നാണ് പറയുന്നത്. ഈ പോളിംഗ് പെർസെൻറ്റേജ് കൂട്ടിയതിനെ ഡീഫ്ലേറ്റ് ചെയ്യാതെ അങ്ങനെ കറക്ഷൻ നടത്താതെ എങ്ങനെ കാര്യങ്ങൾ നടത്തുന്നത്? അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ മാധ്യമ മേഖലയിലുള്ള ആൾക്കാർ 4-ാം തീയതി വരെ ഇത് കൊഴുപ്പിക്കുക. പിണറായി വിജയൻ ഇറങ്ങിപ്പോ ബൈ പിണറായി വിജയൻ. അതൊക്കെ നമുക്ക് നോക്കാം. അതൊക്കെ പറഞ്ഞാലേ പിണറായി വിജയൻ ഇറങ്ങണോ വേണ്ടായോ എന്ന് പിണറായി വിജയനും കൂടെ തീരുമാനിക്കണമല്ലോ. അവിടെ ഇരിക്കുന്ന ആളുടെ പേര് പിണറായി വിജയൻ എന്നാണ്. അപ്പോൾ അങ്ങനെ പിണറായി വിജയൻ ഇറങ്ങിപ്പോണോ വേണ്ട എന്ന് പിണറായി വിജയനും കൂടെ ആലോചിക്കട്ടെ. കോൺഗ്രസിൽ ക്യാമ്പിൽ ഞാൻ കുറച്ച് പേരോട് സംസാരിച്ചത് അവർ ഭയങ്കരമായി പെർപ്ലെക്സ്ഡ് ആണ്. സതീശൻ പറഞ്ഞ എൻവയോൺമെൻ്റ് അല്ല കോൺഗ്രസിനകത്തുള്ളത്. PM നിയാസ് ഇപ്പോൾ പറഞ്ഞ എൻവയോൺമെൻറ്റും അല്ല കോൺഗ്രസിനകത്തുള്ളത്. അവർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. കാരണം 98-ൽ കിടക്കുന്ന 99 ഉണ്ടായിരുന്നു നമുക്ക്, 98-ൽ കിടക്കുന്ന ആ സീറ്റ് നിലമ്പൂർ കുറച്ചിട്ട് ഞാൻ പറയുന്നത്, അതിൽ നിന്ന് 10-30 പേരെങ്കിലും MLA-മാർ തോറ്റാൽ മാത്രമേ ഇവർക്ക് എന്തെങ്കിലും ഒരു ചാൻസ് ഉള്ളൂ. അത് തോപ്പിക്കാനുള്ള ശക്തി ഇപ്പോൾ കോൺഗ്രസിന് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതുപോലൊരു തരംഗം അവർക്കുണ്ടാണ്. അതുകൊണ്ടാണ് ഈ തരംഗം ഉണ്ടെന്ന് പറഞ്ഞത്. സത്യത്തിൽ തരംഗത്തിനുള്ളൊരു സാഹചര്യം കേരളത്തിൽ ഇല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതുകൂടെ പറയേണ്ടതായിട്ടുണ്ട്. ഈ പറയുന്ന തളിപ്പറമ്പുമായിട്ട് ബന്ധപ്പെട്ട് കാര്യം പറഞ്ഞു. തളിപ്പറമ്പിൽ
ഞാൻ തളിപ്പറമ്പിലെ ഡേറ്റ എടുത്തൊരു അന്വേഷണം നടത്തിയപ്പോൾ അവിടെ മാന്യമായ ഭൂരിപക്ഷത്തിൽ ശ്യാമള ടീച്ചർ ജയിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ നിയാസ് പറയുന്നതിനകത്തൊരു ചെറിയ ലോജിക്കുണ്ട്. കാര്യം എന്താണെന്നറിയോ? ആ ലോജിക്ക് കാര്യം BJP ആയിട്ട് അവിടെ ഒരു ഡീൽ നടന്നിട്ടുണ്ട്. അവിടെ BJPയുടെയും RSSൻ്റെയും കുറച്ച് നേതാക്കന്മാർ അവിടെ ചെന്നിരുന്ന് വലിയ പണി കോൺഗ്രസ് അനുകൂലമായി എടുത്തു, ഗോവിന്ദന് വേണ്ടിയിട്ട് എടുത്തു എന്ന് പറഞ്ഞ് ഒരു വിമർശനം ഇപ്പം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. അതായിരിക്കാം ചിലപ്പം നിയാസ് പറഞ്ഞ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനം. അല്ലെങ്കിൽ ഇത്രയും ദിവസം പ്രതിപക്ഷ നേതാവിനില്ലാത്ത, ബാക്കിയുള്ളവർക്ക് ആർക്കും ഇല്ലാത്തൊരു കാര്യം പെട്ടെന്ന് വന്നതിന് കാരണം ഇത് ഇങ്ങനൊരു കാര്യം അവിടെ നടന്ന്, അവിടെ ലോക്കൽ ലെവലിൽ ഞാൻ സംസാരിച്ചിട്ടാണ് പറയുന്നത്, ഇങ്ങനൊരു സാധനം അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അവർക്ക് വ്യത്യസ്തമായ ഒരു ഇതിലേക്ക് വന്നു. അല്ലാതെ തളിപ്പറമ്പിൽ ടീച്ചറെ തോൽപ്പിക്കാനുള്ള സാധ്യതയില്ല. മറ്റുള്ള ഡേറ്റകളൊക്കെ നമ്മൾ നോക്കി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞ നറേറ്റീവ് ഒക്കെ വായു പോലെ പോയതാണ്. ഇതുപോലെ ഗോവിന്ദ മാസ്റ്ററെ തോൽപ്പിക്കാനായിട്ട് ഈ പറയുന്ന ആന്തൂര് വിഷയമൊക്കെ കൊണ്ടതാണ്. അതും കാറ്റിൽ പറന്നു പോയതാണ്. അതൊന്നും പ്രശ്നമില്ല, അത് ടീച്ചർ അവിടെ ജയിച്ചോളും. പക്ഷെ നിങ്ങൾ അതിനിടെ കൂടി ഇങ്ങനൊരു കളി കളിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടെ ജനങ്ങൾ ഒന്ന് അറിയുന്നത് നല്ലതാണെന്ന് വെച്ചോട് പറയുന്നതാണ്.